പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കോവിഡ്-19 എന്ന മാരകമായ രോഗം ലോകത്തെ ആകെ വിഴുങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വലിയ ഒരു കാലയളവിൻ്റെ ലോക്ക്ഡൗണിന് ശേഷം കിട്ടിയ ചെറിയ ഒരു ഇളവിൽ നമ്മുടെ 1-ാം വർഷ പരീക്ഷ പൂർത്തിയാകുകയും അതോടൊപ്പം തന്നെ 2-ാം വർഷത്തേക്കുള്ള ക്ലാസ്സുകൾ വിക്ടേഴ്സ് ചാനലിലുൾപ്പെടെ ഓൺലൈനിൽ ആരംഭിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ജൂൺ 1 പതിവ് പോലെ ക്ലാസ്സുകൾ ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. വിക്ടേഴ്സ് ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പാഠഭാഗങ്ങളുടെ ഒരു വിശദീകരണം നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സമയവും തിരമാലയും, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് നോ മാൻ, സമയവും തിരമാലയും ഒരാളെയും കാത്തു നിൽക്കുകയില്ല എന്ന വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മുടെ ഈ ലഭ്യമായ സമയം വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലുണ്ടായിരുന്ന ബുദ്ധിശാലിയായ മന്ത്രി ബീർബൽ തൻ്റെ മഹാരാജാവിൻ്റെ നിർദ്ദേശാനുസരണം ഏതു സമയത്ത് നോക്കിയാലും, ദുഃഖസമയത്തും സന്തോഷ സമയത്തും വായിച്ചാലും മനസ്സിന് സമാധാനം നൽകുന്ന ഒരു വാക്ക് നിർദ്ദേശിക്കുകയുണ്ടായി. ആ വാക്കാണ് നിങ്ങളുടെ മുന്നിൽ ഇവിടെ പറയാനുള്ളത്. ഈ സമയവും കടന്നു പോകും, പ്രയാസത്തിൻ്റെ ദുരിതത്തിൻ്റെ ഈ സമയവും കടന്നു പോകും. ലഭ്യമായ സ്വതന്ത്രമായ ഈ ഒഴിവു സമയവും കടന്നു പോകും. ഈ സമയം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. 2-ാം വർഷ കെമിസ്ട്രി പാഠപുസ്തകത്തിലെ 1-ാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. യൂണിറ്റിൻ്റെ പേര് സോളിഡ് സ്റ്റേറ്റ്. നമുക്കറിയാം, പദാർത്ഥങ്ങൾ പ്രധാനമായും 4 അവസ്ഥകളിലാണ് കാണപ്പെടുന്നത്: സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്, അതേപോലെ തന്നെ പ്ലാസ്മ. ഈ 4 അവസ്ഥകളിൽ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ എന്നീ 3 അവസ്ഥകളിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നേരിട്ട് ഇടപഴകുന്ന 3 അവസ്ഥകളാണ് സോളിഡ്, ഗ്യാസ്, ലിക്വിഡ്, ഗ്യാസ്. അതിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ +1 ക്ലാസ്സിൽ ഗ്യാസസിനെ കുറിച്ചും അതിൻ്റെ ഐഡിയൽ ബിഹേവിയർ, ഐഡിയൽ ഗ്യാസ് ലോ, അതിൻ്റെ ഐഡിയൽ ബിഹേവിയറിൽ നിന്നുള്ള ഡീവിയേഷൻ എന്നിവ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലിക്വിഡിനെ കുറിച്ചുള്ള ചെറിയൊരു ഭാഗവും അവിടെ വിസ്കോസിറ്റി, അതേപോലെ തന്നെ സർഫസ് ടെൻഷൻ പോലുള്ള പ്രോപ്പർട്ടീസ് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ കൂടുതലായി പഠിക്കുന്നത് സോളിഡ്സ് എന്നതിനെ കുറിച്ചാണ്. അതിൻ്റെ ചില സവിശേഷതകൾ, സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കുക, ആദ്യം നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ്സ്. അതിൽ ഒരു കമ്പാരിസൺ ആണ്. സോളിഡ് കൊടുത്തിട്ടുണ്ട്, ലിക്വിഡ് കൊടുത്തിട്ടുണ്ട്, ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. ഈ സോളിഡിൽ നോക്കുക, അതിലെ പാർട്ടിക്കിൾസ് ഒക്കെ വളരെ അടുത്തടുത്താണ്, ക്ലോസ്ലി അറേഞ്ച്ഡ് ആണ്, പ്രോപ്പർലി അറേഞ്ച്ഡ് ആണ്. എന്നാൽ ലിക്വിഡിലേക്ക് എത്തുമ്പോൾ കുറച്ചേക്ക് കൂടി ദൂരേക്ക് പോവുകയാണ്, അത്ര അറേഞ്ച്ഡ് അല്ല. ഗ്യാസിലേക്ക് എത്തുമ്പോൾ അതിനേക്കാളും സ്വതന്ത്രമാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ പ്രോപ്പർട്ടീസിലുള്ള വ്യത്യാസം. സോളിഡ്സ് ഹാസ് ഫിക്സഡ് മാസ് ആൻഡ് ഫിക്സഡ് ഷേപ്പ്, ഫിക്സഡ് വോളിയം, ബട്ട് ലിക്വിഡ് ഹാവ് ഓൺലി ഫിക്സഡ് മാസ് ആൻഡ് ഫിക്സഡ് വോളിയം, ബട്ട് ദർ ഇസ് നോ ഫിക്സഡ് ഷേപ്പ്. ഇൻ ദി കേസ് ഓഫ് ഗ്യാസസ്, it has fixed mass but no fixed shape and no fixed volume. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. നമുക്ക് നമ്മൾ സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഒരിക്കലും ഈ പാർട്ടിക്കിൾസ് സ്റ്റേഷനറി അല്ല. അത് എപ്പോഴും അത് ചെറിയ തരത്തിലെങ്കിലും വൈബ്രേഷൻ, മോഷനിലാണ് സോളിഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഇതിലൊന്നാമതാണ് ദേ ഹാവ് ഡെഫിനിറ്റ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ്. നേരത്തെ പറഞ്ഞു, ഇന്റർ മോളിക്കുലാർ ഡിസ്റ്റൻസ് ആർ ഷോർട്ട്. മോളിക്യൂളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ഷോർട്ടാണ്. ഇന്റർ മോളിക്കുലാർ ഫോഴ്സസ് സ്ട്രോങ് ആണ്. അതേപോലെ സോളിഡ്സിലെ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം. അതിന് ഫിക്സഡ് പൊസിഷൻസ് ഉണ്ട്, അവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബട്ട്
ദാറ്റ് ക്യാൻ ഓൺലി ഓസിലേറ്റ് അബൌട്ട് ദെയർ മീൻ പൊസിഷൻ. അതിൻ്റെ മീൻ പൊസിഷനിൽ അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത്. ദേ ആർ ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ്. ഗ്യാസും ലിക്വിഡും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ കംപ്രസ് ചെയ്യാൻ പറ്റും. ബട്ട് സോളിഡ്സ് ആർ ഇൻകംപ്രസിബിൾ. ഒരിക്കലും നമുക്ക് പ്രസ് ചെയ്ത് അതിനെ വോളിയം കുറക്കാൻ സാധ്യമല്ല. ഇത്രയും കാര്യങ്ങളാണ് സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൽ മനസ്സിലാവാത്ത പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കും. അടുത്തതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതിൻ്റെ ബേസ് ഒരു വ്യത്യസ്ത തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസ് ഓഫ് നേച്ചർ ഓഫ് ഓർഡർ പ്രസന്റ് ഇൻ ദി അറേഞ്ച്മെന്റ് ഓഫ് ദെയർ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്. ആ സോളിഡ്സിൽ അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിന്റെ ഓർഡർ അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ സോളിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്താണ് അമോർഫസ് സോളിഡ്സ്, രണ്ടാമത്തെ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. നമ്മളെ പിക്ചർ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഒന്നാമത്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അവിടെ രണ്ട് തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആണ്. ഒരു വലിയ പാർട്ടിക്കിളുണ്ട്, നീല കളറിലുള്ള, ഒരു വയലറ്റ് കളറിലുള്ള ചെറിയ പാർട്ടിക്കിളുണ്ട്. അവിടെ ഒരു അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട്, ഒരു പ്രോപ്പർ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നേച്ചർ ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അമോർഫസ് സോളിഡ്സ് എടുക്കുമ്പോൾ അതേപോലത്തെ പാർട്ടിക്കിൾസ് ആണ്, രണ്ട് തരത്തിലുള്ള പാർട്ടിക്കിൾസ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരു പ്രോപ്പർ അറേഞ്ച്മെന്റ് ഇല്ല. അപ്പോൾ ഒന്ന് അറേഞ്ച്മെന്റ് ഉള്ളതും ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അറേഞ്ച്മെന്റ് ഇല്ലാത്തത് അമോർഫസ് സോളിഡ്സ്. നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അത്ര മനസ്സിലാക്കുക. വേറെയും വ്യത്യാസങ്ങളുണ്ട്. അതിലൊന്നാമതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷനിലുള്ള ഒന്നാമതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അത് അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഈസ് ഓർഡേർഡ്. ഇവിടെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്, അതിലടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസ്, അത് ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേക ഓർഡർ ഉണ്ട്. ഹാസ് ലോങ് റേഞ്ച് ഓർഡർ, എ റെഗുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് പീരിയോഡിക്കലി ഓവർ ദി എൻറ്റയർ ക്രിസ്റ്റൽ. ഇവിടെ ലോങ് റേഞ്ച് ഓർഡർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ക്രമീകരണം. അത് ആ ക്രിസ്റ്റലിൽ മുഴുവനും അല്ലെങ്കിൽ ആ സോളിഡിൽ മുഴുവനും ആ പ്രത്യേക തരത്തിലുള്ള പാറ്റേൺ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഓർഡറിൽ തന്നെയായിരിക്കും ക്രമീകരിച്ചിട്ടുണ്ടാവുക. അതാണ് അവിടെ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞത്. ആ സോളിഡ് മുഴുവനും, ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്, അതിൽ മുഴുവനും അറേഞ്ച്മെന്റ് ഒരേപോലെ ആയിരിക്കും. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഡയമണ്ടിന്റെ പിക്ചറാണ്. അവിടെ പിന്നെ കാർബൺ മാത്രമാണ് ഡയമണ്ടിലുള്ളത്. അത് നോക്കുക, അവിടെ അതിൻ്റെ കാർബൺ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം ടെട്രാഹെഡ്രലിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാം ടെട്രാഹെഡ്രലിയാണ്. അപ്പോൾ ഒരേപോലെയുള്ള ആ ഒരു അറേഞ്ച്മെന്റ്, കാർബണിൻ്റെ അറേഞ്ച്മെന്റ് ആണ് ആ ഒരു ക്രിസ്റ്റലിൽ അല്ലെങ്കിൽ ആ സോളിഡിൽ മുഴുവനുള്ളത്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് സോഡിയം ക്ലോറൈഡ്, അതേപോലെ ഷുഗർ. ഇതിന് എക്സാമ്പിളാണ് ഡയമണ്ട് മാത്രമാണ് ഇവിടെ നമ്മൾ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്താണ് അമോർഫസ് സോളിഡ്സ്. അവിടെയുള്ള ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് കൺസിസ്റ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഇറഗുലർ ഷേപ്പ്. ഇറഗുലർ ആയിട്ടുള്ള പാർട്ടിക്കിൾ അറേഞ്ച്മെന്റ് ആണ് അതിലുള്ളത്. ദി അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഇൻ സച്ച് എ സോളിഡ് ഹാസ് ഓൺലി ഷോർട്ട് റേഞ്ച് ഓർഡർ. അവിടെ ചിലപ്പോൾ ഒരു ഓർഡറിലുള്ള അറേഞ്ച്മെന്റ് ഉണ്ടാവും അമോർഫസ് സോളിഡ്സിലും. പക്ഷെ ആ സോളിഡ്സിലെ ആ ഒരു അറേഞ്ച്മെന്റ് വളരെ കുറഞ്ഞ ഭാഗത്തേ ഉണ്ടാവുള്ളൂ. കുറച്ചപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ആ സോളിഡ് തന്നെ കുറച്ചപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ വേറൊരു തരത്തിലുള്ള ക്രമീകരണമാണ് പാർട്ടിക്കിൾസിൻ്റെ ഉണ്ടാവുക. അതാണ് അവിടെ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയാൻ കാരണം. അതേപോലെ തന്നെ അമോർഫസ് സോളിഡ്സിൻ്റെ സ്ട്രക്ചർ ദറ്റ് ഈസ് സിമിലർ ടു ലിക്വിഡ്സിൻ്റെ സ്ട്രക്ചറിന് സിമിലർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് അമോർഫസ് സോളിഡ്സിലുള്ളത്. എക്സാമ്പിൾസ് ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്. ഇതിനൊക്കെ ഇത് മൂന്നും അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ്. അമോർഫസ് സോളിഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഹാവ് എ ടെൻഡൻസി ടു ഫ്ലോ വെരി സ്ലോലി. വളരെ സാവധാനം അത് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് ഈ അമോർഫസ് സോളിഡ്സിനെ മറ്റ് രണ്ട് പേരിലും കൂടിയും അറിയപ്പെടും. സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. അങ്ങനെ വളരെ സ്ലോ ആയിട്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് അല്ലെങ്കിൽ സ്യൂഡോ സോളിഡ്സ് എന്ന് പറയാൻ കാരണം ലിക്വിഡിന്റെ സ്ട്രക്ചറോട് കൂടിയ സോളിഡ് ആയതുകൊണ്ടാണ് ഇതിനെ സ്യൂഡോ സോളിഡ്സ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് വാട്ട് ആർ സ്യൂഡോ സോളിഡ്സ്, അല്ലെങ്കിൽ വൈ അമോർഫസ് സോളിഡ്സ് ആർ നോൺ ആസ് സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. രണ്ടാമത്തെ അതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് ഗ്ലാസ് പെയിൻസ് ഫിക്സ്ഡ് ടു എ വിൻഡോ ഓർ ഡോർസ് ഓഫ് ഓൾഡ് ബിൽഡിംഗ്സ് ആർ ഇൻവേരിയബിളി ഫൗണ്ട് ടു ബി സ്ലൈറ്റ്ലി തിക്കർ അറ്റ് ദി ബോട്ടം ദാൻ അറ്റ് ദി ടോപ്പ്.
This is because the glass flows down very slowly and makes the bottom portion slightly thicker. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു കാര്യമാണ്. പഴയ ബിൽഡിങ്ങുകളുടെ ജനലുകൾ, വാതിലുകൾ, ഇതിന് ഉള്ള ഗ്ലാസുകളുടെ അടിഭാഗം മുകൾ ഭാഗത്തെ അപേക്ഷിച്ച് കനം കൂടുതലായിരിക്കും. അതിനുള്ള കാരണം ഗ്ലാസുകൾ അമോർഫസ് സോളിഡ്സ് ആണ്. ദാറ്റ് ഹാവ് എ ടെൻഡൻസി ടു ഫ്ലോ വെരി സ്ലോലി. അങ്ങനെ വളരെ സാവധാനം താഴോട്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഗ്ലാസ് പെയിൻസ് അല്ലെങ്കിൽ പഴയ ബിൽഡിങ്ങുകളുടെ ജനലിന്റെയും അതിന്റെ അടിഭാഗം തിക്നെസ് കൂടാനുള്ള കാരണം. അടുത്ത ഒരു ഭാഗമാണ് അനൈസോട്രോപിക്. സോളിഡ്സിന്റെ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഷോ ഡിഫറെന്റ് വാല്യൂസ് വെൻ മെഷേർഡ് അലോങ് ഡിഫറെന്റ് ഡയറക്ഷൻസ് ഇൻ ദി സെയിം ക്രിസ്റ്റൽസ്. ഒരു ക്രിസ്റ്റലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് പോലെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒരു സോളിഡിന്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലിന്റെ ഡിഫറെന്റ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ ഡിഫറെന്റ് വാല്യൂസ് കിട്ടുകയാണെങ്കിൽ അത്തരം മെറ്റീരിയൽസിനെ നമുക്ക് അനൈസോട്രോപിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അനൈസോട്രോപിക് സോളിഡ്സ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഐസോട്രോപിക്. ഐസോട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡിന്റെ ഡിഫറെന്റ് ഡയറക്ഷനിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യുന്ന സമയത്ത് സെയിം വാല്യൂസ് കിട്ടുകയാണെങ്കിൽ അതിനെ ഐസോട്രോപിക് എന്ന് പറയും. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അതിന്റെ അമോർഫസ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഡിഫറൻസ് പറയുമ്പോൾ നമുക്ക് പറയാം. ഇവിടെ അമോർഫസ് സോളിഡ്സിന്റെയും ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെയും ഡിഫറൻസ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാസ് ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ് ബട്ട് അമോർഫസ് സോളിഡ്സ് ഹാവ് ഇറഗുലർ ഷേപ്പ്. രണ്ടാമത്തെ ഡിഫറൻസ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനുള്ളത്. എന്നാൽ അമോർഫസ് സോളിഡ്സ് that have a range of temperature, melting point as a range of temperature. ഒരിക്കലും ഒരു ഫിക്സഡ് അല്ല, ഇത്ര ഡിഗ്രി മുതൽ ഇത്ര ഡിഗ്രി വരെ അത് മെൽറ്റ് ചെയ്യും. മൂന്നാമത്തെ ഡിഫറൻസ്, നമ്മൾ ഷാർപ്പ് എഡ്ജുള്ള ഒരു ടൂൾ ഉപയോഗിച്ച് ക്രിസ്റ്റലൈൻ സോളിഡ് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കട്ട് ചെയ്ത ഭാഗം പുതിയതായി ന്യൂലി ജനറേറ്റഡ് സർഫസ്, ആ കട്ട് ചെയ്ത ഭാഗം പ്ലെയിൻ ആൻഡ് സ്മൂത്ത് ആയിരിക്കും. എന്നാൽ അമോർഫസ് സോളിഡ്സിൽ നമ്മൾ ഒരു ഷാർപ്പ് എഡ്ജ് ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കട്ട് ചെയ്തിട്ടുണ്ടാവുന്ന ന്യൂലി ഫേസ് അത് ഇറഗുലർ സർഫസ് ആയിരിക്കും. നാലാമത്തെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഫിക്സഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫിനിറ്റ് വാല്യൂ ആയിരിക്കും. എന്നാൽ അമോർഫസ് സോളിഡ്സിന് അങ്ങനെ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടാവില്ല. അടുത്ത പ്രോപ്പർട്ടിയാണ് അനൈസോട്രോപിക്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് ആയിരിക്കും, എന്നാൽ അമോർഫസ് സോളിഡ്സ് ഐസോട്രോപിക് ആയിരിക്കും. ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് ആണ്, അമോർഫസ് സോളിഡ്സ് ഐസോട്രോപിക് ആണ്. ഇത് പറയുമ്പോൾ ഒരു സംശയം വരാൻ സാധ്യത, ക്രിസ്റ്റലൈൻ സോളിഡ്സ് അല്ലേ ഐസോട്രോപിക് ആവേണ്ടത്, അവിടെ അല്ലേ ഒരു കറക്റ്റ് അറേഞ്ച്മെന്റ് ഉള്ളത്? എന്നാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ശ്രദ്ധിക്കുക, ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ നമ്മൾ ഇവിടെ നിന്നാണ് ഈ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഡയറക്ഷനിലാണ് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഫിസിക്കൽ പ്രോപ്പർട്ടി മെഷർ ചെയ്യുന്നത് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ മെഷർ ചെയ്യുമ്പോൾ ഇത് നേരെ ഈ ഒരു ബോളിലേക്ക് പോകും, പിന്നെ അടുത്ത ഈ ഒരു പാർട്ടിക്കിള്, പിന്നെ ഈ പാർട്ടിക്കിള്, ഈ ഒരു പാർട്ടിക്കിൾ, ഇങ്ങനെയാണ് അത് മെഷർമെന്റ് വരിക. അതേസമയം നമ്മൾ ഇവിടെ നിന്നാണ് അത് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ചെറിയൊരു പാർട്ടിക്കിളിലൂടെയാണ് ഇതിന്റെ മെഷർമെന്റ് കടന്നു പോവുക. അതേസമയം നമ്മൾ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് ഈ മെഷർമെന്റ് നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഈ ഒരു പാർട്ടിക്കിള്, പിന്നെ ഒരു പാർട്ടിക്കിള്, പിന്നെ ഒരു പാർട്ടിക്കിള്, പിന്നെ ഒരു പാർട്ടിക്കിള്, ഈ രൂപത്തിലാണിത് കടന്നു പോകും. അപ്പൊ ഇവിടെ നിന്ന് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇവിടെ നിന്ന് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇവിടെ നിന്ന് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനേക്കാൾ ഡിഫറന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും ഡിഫറന്റ് ആയിരിക്കും. എന്നാൽ മൂന്നാമത് എടുക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു തരത്തില് മെഷർ ചെയ്യുന്ന സമയത്ത്, ഈ രൂപത്തിൽ മെഷർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടുക. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ അനൈസോട്രോപിക് ആണ്, അമോർഫസ് സോളിഡ്സ് ഐസോട്രോപിക് ആണ് എന്നാണ് നമ്മളിവിടെ ഡിഫറൻസ് പറഞ്ഞ സമയത്ത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് ആവാൻ കാരണം, അമോർഫസ് സോളിഡ്സ് എന്തുകൊണ്ടാണ് ഐസോട്രോപിക് ആവാനുള്ള കാരണം? നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടിക്കിൾ, പിന്നെ അടുത്ത ഈ ഒരു പാർട്ടിക്കിൾ, ഈ രൂപത്തിലായിരിക്കും അതിന്റെ മെഷർമെന്റ് വാല്യൂ നമുക്ക് കിട്ടുക. അതേ സമയത്ത് ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റ് ഒരു തരത്തിലുള്ള പാർട്ടിക്കിൾ അല്ലെങ്കിൽ രണ്ടാമത്തെ
പാർട്ടിക്കിളിലൂടെയുള്ള ഒരു മെഷർമെന്റ് ആണ് കിട്ടുക. മൂന്നാമത് ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കുക, ഇതിലൂടെയാണ് അത് ഇങ്ങനെ കടന്നു പോകുക. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള വാല്യൂ ആണ് ഇതിന് കിട്ടുക. അപ്പൊ ഈ 3 ഡയറക്ഷനിൽ മെഷർ ചെയ്യുമ്പോഴും 3 തരത്തിലുള്ള വാല്യൂസ് ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസിൽ കിട്ടുക. അതുകൊണ്ടാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് ആവാൻ കാരണം. എന്നാൽ അമോർഫസ് സോളിഡ്സിന്റെ കേസിൽ നമ്മൾ ഏത് ഡയറക്ഷനിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാലും ഫിക്സഡ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടൂല. അല്ലെങ്കിൽ ഓരോ ഡയറക്ഷനിലും ഓരോ ഫിക്സഡ് വാല്യൂസ് അല്ല ഉണ്ടാവുക. എപ്പോഴും നമുക്കൊരു ആവറേജ് മീഡിയം വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഏത് ഡയറക്ഷനിലൂടെ മെഷർ ചെയ്ത് കഴിഞ്ഞാലും ഒരു മീഡിയം തരത്തിലുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോർഫസ് സോളിഡ്സിലെ ഈ ഒരു ഡിഫറെന്റ് ഡയറക്ഷനിൽ നമ്മൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്ത് കഴിഞ്ഞാലും വലിയ വ്യത്യാസം ആ വാല്യൂകളിൽ തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് അമോർഫസ് സോളിഡ്സിലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ഡയറക്ഷനിലൂടെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് സെയിം വാല്യൂ കിട്ടാനുള്ള കാരണം. അതുകൊണ്ടാണ് അമോർഫസ് സോളിഡ്സ് ഐസോട്രോപിക് ആണെന്ന് പറയുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ട്രൂ സോളിഡ്സ് ആണ്, അമോർഫസ് സോളിഡ്സ് സ്യൂഡോ സോളിഡ്സ് ആണ്, അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ അറേഞ്ച്മെന്റ് ലോങ് റേഞ്ച് ഓർഡർ ആണ്, എന്നാൽ അമോർഫസ് സോളിഡ്സിന്റെ അറേഞ്ച്മെന്റ് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. അപ്പൊ ഇതിൽ നിർബന്ധമായിട്ടും 3 ഡിഫറൻസ് എങ്കിലും 3-4 ഡിഫറൻസ് എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെയും അമോർഫസ് സോളിഡ്സിന്റെയും ഡിഫറൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്നാമത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് മോളിക്കുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, അറ്റോമിക് സോളിഡ്സ്. അവിടെ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആയിരിക്കും. അയോണിക് സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആയിരിക്കും. അറ്റോമിക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആറ്റംസ് ആയിരിക്കും. ഈ അറ്റോമിക് സോളിഡ്സിനെ തന്നെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മെറ്റാലിക് ആറ്റംസ് ഉള്ള സോളിഡ്സ്, രണ്ടാമത്തെ നോൺ മെറ്റാലിക് ആറ്റംസ് ഉൾപ്പെടുന്ന സോളിഡ്സ്. ഇങ്ങനെ നമുക്ക് 3ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്യാം. അറ്റോമിക്, മോളിക്കുലാർ, അയോണിക്, അറ്റോമിക്. അറ്റോമിക്കിനെ വീണ്ടും 2ആയിട്ട് മെറ്റാലിക്, നോൺ മെറ്റാലിക്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓർ കൊവാലന്റ് എന്ന രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ ക്ലാസിഫിക്കേഷനെ നമുക്ക് മറ്റൊരു തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്റർ മോളിക്കുലാർ ഫോഴ്സസിന്റെ ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ മോളിക്കുലാർ സോളിഡ്സിലുള്ള ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതേപോലെ അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ്, കൊവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഒന്നാമതാണ് മോളിക്കുലാർ സോളിഡ്സ്. മോളിക്കുലാർ സോളിഡ്സിനെ നമ്മൾ ഇന്റർ മോളിക്കുലാർ ഫോഴ്സസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാമതാണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, രണ്ടാമതാണ് പോളാർ മോളിക്കുലാർ സോളിഡ്സ്, മൂന്നാമതാണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. നോൺ പോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊളാരിറ്റി ഉണ്ടാവില്ല, പ്യുവർ കോവാലന്റ് ബോൺസ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ പറഞ്ഞു ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സസ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സസ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. എക്സാമ്പിൾ സോളിഡ് ഹൈഡ്രജൻ, സോളിഡ് ക്ലോറിൻ, സോളിഡ് അയഡിൻ ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. രണ്ടാമത്താണ് പോളാർ മോളിക്കുലാർ സോളിഡ്സ്. അവിടെ പോളാർ കൊവാലന്റ് ബോണ്ട്സ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ പോളാർ കൊവാലന്റ് ബോണ്ടിലൂടെയാണ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ടാവുക. അവിടെയുള്ള ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് സ്ട്രോങ്ങർ ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും. മോളിക്യൂളുകളെ പരസ്പരം ബൈൻഡ് ചെയ്ത് നിർത്തുന്നത് സ്ട്രോങ് ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും. എക്സാമ്പിൾസ് സോളിഡ് സൾഫർ ഡയോക്സൈഡ്, സോളിഡ് അമോണിയ ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. മൂന്നാമത്തത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. നമുക്കറിയാം ഹൈഡ്രജൻ ബോണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബോണ്ട് ഏതായിരിക്കും? ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവാനുള്ള കണ്ടീഷനാണ് പറഞ്ഞത് മോളിക്യൂൾസ് ഓഫ് സോളിഡ്സ് containing polar covalent bonds between hydrogen and fluorine, oxygen, nitrogen atoms. ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ഫ്ലൂറിൻ, ഓക്സിജൻ പോലുള്ള നൈട്രജൻ ആറ്റം പോലെയുള്ള ആറ്റങ്ങളുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യണം. അപ്പോഴാണ് അവിടെ ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ഹൈഡ്രജൻ, ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ പോലുള്ള ആറ്റങ്ങൾക്ക് ഉണ്ടാവുക. ആ ഡെൽറ്റ പോസിറ്റീവ് ചാർജിൽ ഹൈഡ്രജൻ ആറ്റവുമായിട്ടാണ്
ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. +1 പഠിച്ച കാര്യമാണ്. സ്ട്രോങ്ങർ ഹൈഡ്രജൻ ബോണ്ട്, ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഈ മോളിക്യൂളുകൾ പരസ്പരം കമ്പൈൻ ചെയ്ത് നിർത്തുന്നത്. അവിടെയുള്ള എക്സാമ്പിൾ ഐസാണ്. എക്സാമ്പിൾ H2O, സോളിഡ് H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസാണ് അതിന് എക്സാമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞതില് മോളിക്കുലാർ സോളിഡ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സോളിഡ്സ് ആണ് അയോണിക് സോളിഡ്സ്. അയോണിക് സോളിഡ്സിന്റെ പ്രത്യേകത അവിടെ കാറ്റയോൺസും ആനിയോൺസും, കാറ്റയോൺസ് എന്ന പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺസ്, ആനിയോൺസ് നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺസ്, ഇത് തമ്മിൽ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ കൂളംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി ബൈൻഡ് ചെയ്ത് നിർത്തുന്നതിലൂടെ രൂപം കൊള്ളുന്ന സോളിഡ്സിനെയാണ് അയോണിക് സോളിഡ്സ് എന്ന് പറയുക. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്. മൂന്നാമത്താണ് മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ആറ്റംസ് കൂടിച്ചേർന്നുണ്ടാവുന്ന സോളിഡ്സ് ആണ് മെറ്റാലിക് സോളിഡ്സ്. അവിടെ എപ്പോഴും മെറ്റൽസ് ഇലക്ട്രോ പോസിറ്റീവ് ആണ്, ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് അയോൺസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ആ പോസിറ്റീവ് അയോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് സീ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും. സീ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോണിന്റെ ഒരു സമുദ്രത്തിലായിരിക്കും ഈ പോസിറ്റീവ് ചാർജുള്ള അയോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് മെറ്റൽസിനെ ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. എല്ലാ മെറ്റൽസും അതിന് എക്സാമ്പിൾസ് ആണ്. അലൂമിനിയം, അയൺ, ഗോൾഡ്, സിൽവർ. അടുത്ത ഒരു അറ്റോമിക് സോളിഡ്സിന് എക്സാമ്പിൾ ആണ് കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഓഫ് നോൺ മെറ്റൽസ് റിസൾട്ട് ഫ്രം ദി ഫോർമേഷൻ ഓഫ് കോവാലന്റ് ബോണ്ട്സ് ബിറ്റ്വീൻ അഡ്ജസന്റ് ആറ്റംസ് ത്രൂ ഔട്ട് ദി ക്രിസ്റ്റൽ. ഇങ്ങനെയാണ് കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്സ് ഫോം ചെയ്യുന്നത്. നമുക്കറിയാം എക്സാമ്പിൾ ഡയമണ്ട്, ഗ്രാഫൈറ്റ് ഒക്കെ. അവിടെ കാർബൺ ആണ് അതിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, നോൺ മെറ്റൽ ആണ്. അതേപോലെ അത് ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണുള്ളത്. കോവാലന്റ് ബോണ്ടും ആണ്, നെറ്റ്വർക്ക് സ്ട്രക്ചറും ആണ്. ടെട്രാഹെഡ്രലി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ഡയമണ്ടും ഫോം ചെയ്യുന്നത്. ഗ്രാഫൈറ്റും അതേപോലെ നെറ്റ്വർക്ക് സ്ട്രക്ചറാണ്. പിന്നെ എക്സാമ്പിൾസ് ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ്. അതിന്റെ ഒരു കൺസോളിഡേഷൻ ആണ് മോളിക്കുലാർ സോളിഡ്. അതിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ട്. അതിന്റെയൊക്കെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. അതുകൊണ്ടാണ് അതിന് മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുന്നത്. ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സസ് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് അതിനെ 3 ക്ലാസിഫൈ ചെയ്ത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നോൺ പോളാർ ആണെങ്കിൽ ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ്. എക്സാമ്പിൾ ആർഗൺ, CCl4, സോളിഡ് CCl4, സോളിഡ് ഹൈഡ്രജൻ, സോളിഡ് അയഡിൻ, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സാമ്പിൾസ് ആണ്. പോളാർ മോളിക്കുലാർ സോളിഡ്സ് ഡൈപോൾ ഇന്ററാക്ഷൻ ആണ് ഫോഴ്സ്. സോളിഡ് HClഉം സോളിഡ് സൾഫർ ഡൈ ഓക്സൈഡും എക്സാമ്പിൾ ആണ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഐസ് ആണ് എക്സാമ്പിൾ. അയോണിക് സോളിഡ്സ് അയോൺസ് ആണ്, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. കൂളംബിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്. മെറ്റാലിക് സോളിഡ്സിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അയോൺസ് ഉണ്ട്. അതേപോലെ ലോക്കലൈസ്ഡ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അവിടെ ബോണ്ട് മെറ്റാലിക് ബോണ്ട് ആണ്. എല്ലാ മെറ്റൽസും അതിന് എക്സാമ്പിൾസ് ആണ്. കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആറ്റംസ് ആണ്. അവിടെ കോവാലന്റ് ബോണ്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, അതേപോലെ ക്വാർട്സ്, സിലിക്കൺ കാർബൈഡ് ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്.